അയ്യങ്കാരി വീട്ട് അഴകേ. ഇപ്പം നമുക്ക് മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യാം. ഒരു റീൽ എടുക്കാനുള്ള തത്രപ്പാട് ഇതെല്ലാം ഇട്ടിട്ട് ലാസ്റ്റ് ഒരു പൊട്ടിയും കൂടെ ഇടുമ്പോഴത്തേക്കുമേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഇതൊക്കെ ഞാൻ ചുമ്മാ ഇടുന്നതാ, എന്നാലും പിമ്പിൾസ് ഉണ്ട് കണ്ടോ. ഈ സാമഗ്രികൾ എല്ലാം വാങ്ങിച്ചിട്ടിട്ടാണ് ഈ കുരുക്കളൊക്കെ വന്നത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആരും ഈ വക സാമാനങ്ങളൊന്നും വാങ്ങിച്ചിടരുത്. എൻ്റെ റൂമിന് കുറച്ച് വെട്ടക്കുറവുണ്ട്. സിറം നമ്മളിടാൻ മറന്നത് കൊണ്ട് അടുത്തത് ഇടുന്നത് സൺസ്ക്രീൻ. വളരെ പൈസ കുറഞ്ഞൊരു സൺസ്ക്രീമാണ്. ഒരു പാക്കിന് തന്നെ 50 രൂപയുള്ളൂ. പക്ഷെ ഫാർമസി പ്രോഡക്റ്റാണ്, നല്ല സാധനമാണ് എന്ന് പറയപ്പെടുന്നു. ആധികാരികമായി എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, നോ പ്രോബ്ലം. ഞാൻ എന്തിനാ വല്ലവൻ്റെയും കമ്പനി പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത്? അവന്മാരെനിക്ക് വല്ല 10 പൈസയും തരുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര ഊള കമൻ്റായിരുന്നു. നീ അടിയിലൊന്നും ഇട്ടില്ലേ, പിന്നെ എന്തായിരുന്നു, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ, ഭയങ്കര വലുതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ദൈവം തരുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞൊരു കുട്ടി ഉണ്ടാവുമ്പോഴത്തേക്കും അതിന് വല്ല അംഗവൈകല്യവും സംഭവിക്കുവാണെങ്കിൽ ആ കുട്ടീനെ നിങ്ങളെടുത്ത് കടലിൽ താക്കുമോ? ഇല്ലല്ലോ. പിന്നെ നിനക്കിത് തന്നാൽ നിനക്ക് ഷോളൊക്കെ ഇട്ട് കവർ ചെയ്ത് നടന്നൂടെ? ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഏത് ഡ്രസ്സ് ഇടണം എങ്ങനെയെന്ന്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കൂലിപ്പണിയായിരിക്കും. എനിക്ക് കൂലിപ്പണി ഇഷ്ടമല്ല. നിങ്ങൾ പോലീസ് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന കേട്ടിട്ട് കൂലിപ്പണി വിട്ടിട്ട് പോലീസിൽ കയറുമോ? എനിക്ക് ആധികാരികമായിട്ട് മേക്കപ്പ് ഒന്നും ഇടാൻ അറിയത്തില്ല. ഇത്രയും ഇട്ടാലും ഞാൻ പോയിട്ട് എന്ത് ചെയ്യും? ഫിൽറ്റർ ഇടും. അതുകൊണ്ട് നമ്മളെ ഒരാൾ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിക്കുന്നില്ല എങ്കിൽ നമ്മളും പോയി ആരെയും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത്. ചിലപ്പോൾ അവരുടെ സന്തോഷം ഇതൊക്കെ ആയിരിക്കും. വീട്ടിൽ സ്ട്രെസ് അടിച്ചിരിക്കുമ്പോൾ വല്ല റീലൊക്കെ പോസ്റ്റ് ചെയ്ത് അവരവരുടെ ഹാപ്പിനെസ് ഇതിലായിരിക്കും കണ്ടെത്തുന്നത്. ഒബ്വിയസ്ലി ഞാൻ അങ്ങനെയാണ്. നിങ്ങൾ ഈ റൂം കണ്ടോ? ഒരു ഈച്ച പോലും ഇല്ല എൻ്റെ അടുത്ത് സംസാരിക്കാൻ. ഈ ഒരൊറ്റ റൂമേ ഉള്ളൂ. ഇതൊരു PG സെറ്റപ്പാണ്. അപ്പോൾ എൻ്റെ ഫ്രസ്ട്രേഷൻ ഞാൻ തീർക്കുന്നത് എന്തെങ്കിലും റീൽ എടുത്തിട്ടായിരിക്കും. ഇത് ഇപ്പോൾ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പൗഡർ തീർന്നു. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇറങ്ങി. ആ സെയിം സാധനം ഉണ്ടായില്ല. ഷെയ്ഡ് കണ്ടു. ഇപ്പോൾ കോമഡി ആയിരിക്കും, നോക്കൂ. വലിയ കുഴപ്പമില്ല. ഈ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്, കൺമണിയുടെ ഒരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരിയുടെ കൊച്ച് ഇങ്ങനെ വീഡിയോസ് ചെയ്യും. ഈ ഒരുങ്ങുന്ന വീഡിയോസൊക്കെ ചെയ്യും. അവളെ കണ്ട് ഞാൻ പഠിക്കണം. അവളെന്ത് ഡീസൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത് ഒരുങ്ങുന്ന വീഡിയോസൊക്കെ. എനിക്കതിൻ്റെ ബേസിക് പോലും ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞോളാം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്നെ പിള്ളേർ എടി കോക്കാച്ചി വരുന്നെന്നാണ് പറയണം. അത്രയ്ക്ക് പൊട്ടിയിടുമായിരുന്നു കേട്ടോ ഞാൻ. എന്ത് ചെയ്യാനാ? നമുക്ക് ആരെയും പേഴ്സണലി അറിയത്തില്ല എങ്കിൽ പോലും നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും. ഇന്നത്തെ സോഷ്യൽ മീഡിയ അങ്ങനെ ആയതുകൊണ്ട്
കുറ്റം പറയാതിരിക്കാനും പറ്റില്ല. ഞാനും പല വീഡിയോ കണ്ട് കമൻറ്റ് ബോക്സിൽ പോയി കഴുകി ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യണ്ട? നമ്മളൊന്നും ചെയ്യണ്ട. നമ്മളിങ്ങനെ കഴുകി ഒഴിക്കുക. ഇപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ കുറേ ഞരമ്പുകൾ വരും, പിന്നെ കുറേ കഥാപ്രസംഗം വരും. അതിലും എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ചേട്ടന്മാരുണ്ട്, അവർ വരും. എല്ലാവരും വാരണം. എവിടെ എൻ്റെ ലിപ്സ്റ്റിക്ക്? എവിടെ? എൻ്റെ ലിപ്സ്റ്റിക്ക് എടുക്കാൻ പോയതാ ഗൈസ്. ആ ലൈറ്റും കൂടെ ഇല്ലെങ്കിൽ ഇത് ഇരുണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ കുറച്ച് മെനയൊക്കെ ഉണ്ട്, പക്ഷെ വെയിലത്തിറങ്ങണം അമ്മ എന്നെ കാണണമെങ്കിൽ. എനിക്കിവിടെയൊക്കെ പിമ്പിൾസാണ്, ഇതുപോലത്തെ കുനിഷ്ട സാധനങ്ങളൊക്കെ വാരി തേച്ചിട്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ ഇതിൻ്റെ ഒരു അഡിക്റ്റഡായി. എനിക്കിതില്ലാതെ പറ്റത്തില്ല. നിങ്ങളെങ്കിലും ഈ വക സാമാനങ്ങളൊന്നും വാങ്ങിച്ച് തയ്ക്കരുത്. കരി ഇനി എഴുതണോ? കരി എഴുതിയിട്ടുള്ള സാധനങ്ങൾ വല്ലതും ഉണ്ടോ? ഞാനിങ്ങനെ ഒരു വീഡിയോയും ചെയ്യാത്തത് എഡിറ്റ് ചെയ്യാനുള്ള മടിയുണ്ടാ. മറ്റത് പാട്ടിട്ട് താം തരികിട് തീം തരികിട് തെറ്റി തരികിടതോ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് സാധനം ക്ലോസ് ആവും. കുറച്ച് ഫിൽറ്റർ ഇട്ട് കൊടുത്തിട്ട് മറ്റേ ബ്ലിങ്കിന് ഇടുന്ന അതും മാത്രം ചെയ്താൽ മതി. ഇന്ന് തൊട്ട് ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണം. പൈസ സമ്പാദിക്കണം. ഇൻഫ്ലുവൻസർ അത് വേണം. കൂടി പോവില്ലേ? വേണ്ട. നമ്മളെ ഇൻഫ്ലുവൻസർ ഒന്നും പറയാൻ പാടില്ല. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഈ ഇങ്ങനെ കാണിച്ച ഇൻഫ്ലുവൻസർ, കുറച്ച് മേക്കപ്പെട്ട ഇൻഫ്ലുവൻസർ. ഞാൻ രാവിലെ എണീച്ച് മറ്റേ മീൻ വാങ്ങാൻ പോകുന്നത് വരെ ഈ റോഡിൽ കൂടെ നടന്ന് ഇനിക്കറൊക്കെ ഇട്ടിട്ട. ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ അങ്ങനെ കളിയാക്കാറുമുണ്ട്. നമുക്ക് പിന്നെ വീഡിയോ ഇടുന്നതിൻ്റെ ജാടയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ ഫോളോവേഴ്സിൽ പലരും എന്നെ കണ്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ വെച്ച്. ഇത്രയും വാരി ഇട്ടിട്ടും എൻ്റെ മുഖം നോക്കൂ എങ്ങനെയായിരിക്കുന്ന. പ്രോഡക്റ്റ് ശരിയല്ല, പ്രോഡക്റ്റ് ഒന്നും ശരിയല്ല, പ്രത്യേകിച്ച് ആ ലൈറ്റ് ശരിയല്ല. ഇഡിയറ്റ്. അപ്പം നമ്മൾ കാര്യത്തിലോട്ട് വരാം. കുറച്ച് മൂക്കത്തൊക്കെ ചോദിക്കാം. ഞാൻ ഈ സാമഗ്രികളൊക്കെ വാരിയിട്ടിട്ട് എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ, ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. ഞെറിച്ചായിട്ട് എന്താ ചെയ്യുക, ആ പൈസയൊക്കെ ഞാൻ എടുത്ത് എൻ്റെ തലവണിയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങും. എനിക്കിപ്പോൾ ഒരു 10,000 രൂപ കിട്ടിയാൽ ഞാൻ 15 വട്ടം എണ്ണി നോക്കും. 10,000 ഉണ്ടോ? 10,000 ഉണ്ട്. എനിക്ക് പ്രാന്താണെന്നിപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും. ശരിക്കും ഞാൻ ഇങ്ങനെയാണ് ഗേൾസ്. ഞാനൊരു കോമഡിയാണ്, ഞാനൊരു കോമഡി പീസാണ്. പക്ഷെ നിങ്ങളൊക്കെ എന്നെ ടെററായിട്ടാണ് കാണുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊരു ടെററായത് എൻ്റെ കുഴപ്പമാണ്. ഐ എം ദ ടെറർ ഗേൾ. അപ്പോൾ ഞാൻ സുന്ദരിയായിട്ട് മറ്റേ ജാൻമണി പറയുമ്പോഴേ സാമ്പള എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് വരാം. അപ്പം ബൈ. ഞാൻ ഇതിൻ്റെ നിങ്ങളെ വീഡിയോ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോളണം. എൻ്റെ ഫിൽറ്റർ ഞാനാണെന്ന് പറയത്തേ ഇല്ല. അത് കാരണം എനിക്ക് റോഡിൽ കൂടെ നടക്കാൻ പറ്റുന്നുണ്ട്. എന്നെ ആർക്കും മനസ്സിലാവില്ല ഗൈസ്. ഇനി എങ്ങനെ മനസ്സിലായാൽ ഞാനൊരു സെലിബ്രേറ്റ് ആയി പോയില്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അപ്പം ബൈ.